എല്ലാവർക്കും സുരഭി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് തയ്യാറാക്കാം നല്ലൊരു ചെമ്മീൻ ബിരിയാണി. നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. 500 ഗ്രാം ചെമ്മീനാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ചെമ്മീൻ ഇത്ര എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ചെടുത്താൽ മതി. ഇനി ഇതിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 30 മിനിറ്റ് നേരം നമ്മൾക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇവിടെ എടുത്തിരിക്കുന്നത് ബിരിയാണി അരിയാണ്. ജീരകശാല അരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 3 ഗ്ലാസ് അരി, ഈ ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. അങ്ങനെ അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു അരിപ്പയിലിട്ട് വെച്ചു. വെള്ളം നന്നായിട്ട് വാർന്നു പോകട്ടെ. ഇവിടെ ഈ ചോറാക്കി എടുക്കാൻ ഞാൻ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഇതിലേക്ക് പശു നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഏലക്കായ, ഗ്രാമ്പു, ബേ ലീവ്സ് എന്നിവയൊക്കെ ചേർത്തൊന്ന് ചൂടാകാൻ വെക്കാം. ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഈ അരി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു 10 മിനിറ്റ് സമയം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരി നന്നായിട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ 3 ഗ്ലാസ് അരിക്ക് ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. നല്ല തിളച്ച വെള്ളം ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ചോറിന് ആവശ്യമായ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നമ്മൾക്കിതൊന്ന് അടച്ച് വെക്കാം. തീ കുറച്ചിട്ടാണ് വേവിക്കേണ്ടത്. ഒരു 10 മിനിറ്റ് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് തീ കുറച്ച് വെക്കാം. ഇനി ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്നിട്ടുണ്ട്. നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി. മെല്ലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചോറ് നല്ല പാകത്തിനാണ് വെന്തിട്ടുള്ളത്. കൂടുതൽ വെന്ത് പോയിട്ടോ ഒന്നുമില്ല. എല്ലാം നല്ല വിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ 1 ഗ്ലാസ് അരിക്കാണെങ്കിൽ നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 10 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ ചെയ്ത് നമ്മുടെ ചോറ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ് കഴിഞ്ഞു. ഇവിടെ ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് എന്നിട്ട് നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് കരിഞ്ഞു പിടിക്കുന്ന പാത്രമാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു സൈഡ് ആയതിനു ശേഷം ഞാൻ മറു സൈഡ് കൂടി ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഈ ചെമ്മീൻ ഫ്രൈ ആയതിനു ശേഷം നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വീണ്ടും ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഉള്ളിയാണ്. ഇവിടെ ഒരു 3 ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ ഉള്ളി വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിലും അരിയാം, അതൊന്നും കുഴപ്പമില്ല. കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 തക്കാളി നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിവിടെ ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പൊന്ന് ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് വഴറ്റാം. ഈ ഉള്ളിയും തക്കാളിയൊക്കെ കുറച്ചുകൂടി ഒന്ന് അടിയട്ടെ. അത്ര വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് അടിഞ്ഞ് ശരിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വഴറ്റാം. ഇനി നമ്മൾക്കിതിലേക്ക് ഓരോ മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിൻ്റെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്തോളൂ. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയൊക്കെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ തീ കുറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു മിക്സിയുടെ ജാർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടും. എന്നിട്ട് ഈ മസാലയിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ആ ചെമ്മീനൊന്ന് ചേർത്ത് കൊടുക്കാം. ചെമ്മീനും അതിൽ ആ പറ്റൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ ചെമ്മീനും മസാലയും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ മസാല അങ്ങനെ റെഡിയായി കഴിഞ്ഞു. ഇത് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം.
ഇനി നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്ന ചോറിൽ നിന്നും കുറച്ച് പോർഷൻ ഞാൻ അങ്ങോട്ട് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. അങ്ങനെ ഇവിടെ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവ നന്നായിട്ടൊന്ന് പരത്തി വെക്കാം. ഇനി ഈ ചോറിന് മുകളിലായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കാം. ഇവിടെ ഇത് വലിയ പാത്രമായതിനാൽ ഞാൻ ഒരു ലെയറിൽ മാത്രമേ മസാല ചേർക്കുന്നുള്ളൂ. അതായത് ചോറ്, മസാല, പിന്നെ ചോറ്, അങ്ങനെ ഞാൻ ചെയ്യുന്നുള്ളൂ. കുറച്ചുകൂടി ചെറിയ പാത്രമാണെങ്കിൽ നമുക്ക് 2 ലെയറായിട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ മസാല ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ചേർത്തിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ചോറൊന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ ബാക്കിയുള്ള ചോറൊക്കെ ചേർത്ത് നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യാം. ഞാനിവിടെ മൂടി അടച്ചു വെച്ചു. ഇനി ഇത് തീ കുറച്ച് നമ്മൾക്കിതൊന്ന് ഈ മൂടി നല്ലപോലെ ചൂടാകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോഴേക്കും നമുക്കിതിന് വേണ്ടുന്ന അണ്ടിയും മുന്തിരിങ്ങയും പിന്നെ ഉള്ളിലേക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇവിടെ ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് പശു നെയ്യാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ആദ്യം മുന്തിരിങ്ങയാണ് ഇട്ട് വറുക്കുന്നത്. ഈ മുന്തിരിങ്ങ ആയതിനു ശേഷം ഇങ്ങോട്ട് വാങ്ങി വെക്കാം. എന്നിട്ട് അണ്ടി ചേർക്കാം. അണ്ടി ഇവിടെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറായാൽ നമുക്ക് എണ്ണയിൽ നിന്നും കോരാം. എന്നിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇവിടെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അതും ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും കോരാം. അങ്ങനെ ഇവിടെ ഉള്ളിയും അണ്ടിയും മുന്തിരിങ്ങയും ഒക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ നമ്മുടെ ബിരിയാണി ചെമ്മിൻ്റെ മൂടി നല്ലപോലെ ചൂടായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇവിടെ നമ്മൾ വറുത്തെടുത്തിരിക്കുന്ന അണ്ടി, മുന്തിരിങ്ങ, ഉള്ളി എന്നിവയൊക്കെ ഒന്ന് ഈ ചോറിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഈ ബിരിയാണിയുടെ ഒരു സൈഡിൽ നിന്ന് അങ്ങ് കോരി തുടങ്ങാം. അപ്പോൾ നമ്മൾ ബിരിയാണി ചൂടോടുകൂടി കഴിക്കട്ടെ. നിങ്ങളും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുവാൻ മടി കാണിക്കരുത്. അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസുമായി ഞാൻ വരുന്നതായിരിക്കും. നമുക്ക് വീണ്ടും കാണാം. താങ്ക്